ഹായ് ഫ്രണ്ട്സ്, അസീൽ ഇനത്തിൽപ്പെട്ട 4 കോഴികളെ നമ്മുടെ കൂട്ടിലെത്തിച്ച വിവരം കഴിഞ്ഞ 2 വീഡിയോസിലൂടെ നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കോഴികളെ നമ്മൾ നമ്മുടെ കൂട്ടിലെത്തിച്ചത് പാലക്കാട് നിന്നാണ്. ഇതിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ അസീൽ ഇനത്തിൽപ്പെട്ട ഒറിജിനൽ കോഴികളെ നോക്കിയിട്ട് എനിക്ക് ലഭിച്ചില്ല. ഒരു പക്ഷേ എവിടെയെങ്കിലും ഉണ്ടാവും, പക്ഷേ എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ പാലക്കാട് നിന്ന് ഈ കോഴികളെ വാങ്ങിയത്. കോഴികളൊക്കെ വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇവ നമ്മുടെ കൂട്ടിലെത്തിയതിന് ശേഷം മുട്ടയിട്ട് തുടങ്ങുകയും അതിനുശേഷം അടയിരിക്കാനും ആരംഭിച്ചിരുന്നു. 2 കോഴികളാണ് അടയിരുന്നത്. അതിൻ്റെ വീഡിയോസും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോഴികൾ വളരെ നന്നായിട്ട് തന്നെ അടയിരുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുകയുണ്ടായി. ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് ഈ 2 കോഴികൾക്കും കൂടെ വിരിഞ്ഞ് കിട്ടിയ കുഞ്ഞുങ്ങളെ ഒരു തള്ളക്കോഴിയെ ഏൽപ്പിക്കുക എന്ന ഒരു ആലോചനയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരു കോഴിയെ ഒഴിവാക്കി ഒരു കോഴിയുടെ കീഴിൽ മുഴുവൻ കുഞ്ഞുങ്ങളെയും ചേർത്ത് വെക്കുക എന്ന ഒരു ഉദ്ദേശമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ. 2 കോഴികളെയാണ് നമ്മൾ അടവെച്ചതെന്ന് പറഞ്ഞല്ലോ. ആ 2 കോഴിക്കും കൂടി വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. മുഴുവൻ കുഞ്ഞുങ്ങളെയും നമ്മൾ ഈ ഒരു കോഴിക്ക് ദാനമായിട്ട് നൽകുകയാണ് ചെയ്തത്. മറ്റേ ഒരു കോഴി ഉണ്ടായിരുന്നതിനെ നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് വേർപെടുത്തി മുഴുവൻ കുഞ്ഞുങ്ങളെയും ഈ ഒരു തള്ളക്കോഴിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനോടൊപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യാനുസരണം ചൂട് ലഭിക്കുന്നതിന് വേണ്ടി കോഴിക്കൂടിനുള്ളിൽ നമ്മൾ ഒരു ബൾബ് കൂടി ഇട്ടിട്ടുണ്ട്. ഫിലമെൻ്റ് ബൾബാണ് ഇട്ടിട്ടുള്ളത്. വിരിഞ്ഞിറങ്ങിയ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ 5 ദിവസം പിന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ലെസോട്ട വാക്സിൻ നൽകുന്നുണ്ട്. 1 തുള്ളി കോഴിക്കുഞ്ഞിൻ്റെ മൂക്കിലും 1 തുള്ളി അതിൻ്റെ കണ്ണിലുമാണ് നമ്മൾ ഈ മരുന്ന് ഇറ്റിക്കുന്നത്.